ബേക്കറി ഐറ്റംസ് കൊണ്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അത് നല്ലോണം ആരോഗ്യത്തിന് പ്രശ്നമാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മീലേ കഴിക്കാൻ പറ്റുള്ളൂ, ഒരു നോർമൽ മീൽ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ബാക്കി നേരങ്ങളിൽ അവർ പ്രോട്ടീനും നാരും വെള്ളം അടങ്ങിയ സ്നാക്സ് എങ്കിലും എടുക്കണം, അതേ ഉള്ളൂ. ഇപ്പോൾ ഭക്ഷണം സമയത്തിന് കഴിക്കാൻ ചിലപ്പോൾ മീറ്റിങ്സോ അല്ലെങ്കിൽ ട്രാവലോ ഒക്കെ ഉള്ളപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു ഏതൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർ സമയത്ത് എടുക്കാൻ പറയും. പിന്നെ അവർക്ക് സ്നാക്സ് ആശ്രയിക്കാണ്ടിരിക്കാനായിട്ട് അവർക്ക് കയ്യിൽ കരുതാവുന്ന ലൈറ്റ് സ്നാക്സ് ഉണ്ട്. അത് ഇപ്പം യോഗേർട്ട് പോലെ സാധനങ്ങൾ, അല്ലെങ്കിൽ പ്ലെയിൻ കേർഡ് വീട്ടിലുണ്ടാക്കിയത്, അതല്ലെങ്കിൽ നട്ട്സ് ഒരു നല്ല സ്നാക്ക് ഓപ്ഷനാണ്. സീഡ്സ്, ഈ സൺഫ്ലവർ ഫ്ലാക്സ് അങ്ങനത്തെ സീഡ്സിന്റെ കൺസംഷൻ ഒരു ഫ്രൂട്ടോ 2-3 കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കഴിക്കാനുള്ളതായി. അപ്പോൾ ഒരു മീലിന് പകരം സ്നാക്സ് പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യും എന്നല്ലാണ്ട് റെഗുലർ പാറ്റേണിൽ പോകുന്ന അസിഡിറ്റി പോലെയുള്ളത്, അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം, അമിതമായിട്ട് വെയിറ്റ് ഗെയിനും വരാം. കാര്യം കഴിക്കുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ എടുക്കുന്ന സാധനം എനർജി കൂടുതലുള്ള സാധനമാണ്, കലോറി കൂടുതലുള്ള കലോറി കൂടുതൽ. അപ്പൊ അതിൽ വേറൊന്നും കിട്ടാനുമില്ല, പ്രോട്ടീൻ ഒരു ബാലൻസ്ഡ് അല്ല അത്. അപ്പൊ അതെല്ലാം കൊഴുപ്പായിട്ട് സ്റ്റോർഡ് ആകും. അതുകൊണ്ട് ബേക്കറി സാധനങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മീൽ റീപ്ലേസ് ചെയ്യുന്നതിനോട് അഭിപ്രായമില്ല.